വെൽക്കം ബാക്ക് ടു സഫലമി യാത്ര. വളരെ സഫലമാവുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതം സഫലമാവുന്നത് കുടുംബത്തിൻ്റെ വിജയം തന്നെയാണ്. ഇവിടെ ഇപ്പോൾ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് ശ്രീമതി ഷേർലി ബിജു ആണ്. ഇവിടെ വളരെ പ്രസക്തമായ ഒരു കാര്യം, പ്രണയം, സ്നേഹം, പവിത്രമായ പരിശുദ്ധമായ സ്നേഹം. ഒരു മനുഷ്യൻ്റെയും പ്രണയവും ആ സ്നേഹവും വളരെ പരിശുദ്ധമാവണം, അത് പവിത്രമാവണം എന്നൊക്കെ ഒരു വലിയ ഒരു വിശ്വാസമാണ്. പിന്നെ നമ്മൾ കണ്ടുമുട്ടുന്നു, അത് ആ സ്നേഹവും പ്രണയമൊക്കെ പൂവണിയുന്നു എന്നുള്ളത്. എങ്ങനെയായിരുന്നു ആദ്യം കണ്ടുമുട്ടിയത്? ബിജു സാറ് തന്നെ അത് പറയട്ടെ. ഞങ്ങൾ ഡൽഹിയിൽ അടുത്തടുത്ത അപ്പാർട്ട്മെൻറ്റുകളായിരുന്നു താമസം. എന്നാലും ഞങ്ങൾ സംസാരിക്കാറൊന്നുമില്ല. പിന്നെ നമ്പർ 73 നമ്പർ 73 എന്ന് പറയുന്നൊരു ബസ് ആണ് ഞങ്ങളുടെ പ്രണയത്തിന്റെ തുടക്കം. ആ ബസ്സിലായിരുന്നു. മാഡം ചിരിക്കുന്നു, കാരണം പഴയകാല ഓർമ്മകളിലേക്ക് ഞങ്ങൾ രണ്ടുപേരും ആ ബസ്സിൽ കുറെ കാലം യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും മലയാളിയാണെന്നോ സംസാരിച്ചിട്ടൊന്നുമില്ല. ഒരു ഫൈൻ ഡേ സംസാരിക്കേണ്ടി വന്നു. അങ്ങനെ അവിടുന്ന് ആ ഒരു ആദ്യം പ്രണയം ആരാണ്? ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് ഒരാൾക്ക് തോന്നണമല്ലോ അല്ലോ. അപ്പൊ അല്ലെങ്കിൽ ഒരാളത് പറയണം. ആരായിരുന്നു ആദ്യം പറഞ്ഞത്? ബിജു ആയിരുന്നു. പണ്ടത്തെ ആ സ്നേഹം എന്ന് പറയുന്നത് വളരെ ഇന്നത്തെ കാലത്ത് പോലെയല്ല. പ്രണയം എന്ന് പറയുന്നത് പവിത്രവും പരിശുദ്ധമായ സ്നേഹമാണ്. ശരിക്കും ജീവിതത്തിലേക്ക് കടന്നു വരുവാനും സ്നേഹിക്കുന്ന ആളിനെ നമ്മൾ ജീവിത പങ്കാളിയാക്കാനും ആഗ്രഹിക്കുന്ന ഒരു സ്നേഹം, അതാണ് പരിശുദ്ധവും പവിത്രവും എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും അങ്ങനെ എത്ര നാളായിരുന്നു ആ സ്നേഹവും ആ പ്രണയവും ഒക്കെ? ഒരു വർഷം. അതിലൊരു 6 months ഞങ്ങൾ, എനിക്ക് ജോലിക്ക് ആവശ്യത്തിനായിരുന്നു, ഞാൻ പുറത്തായിരുന്നു. സോ അത് കഴിയുമ്പോഴാണ് വീട്ടിൽ ആലോചനയൊക്കെ വന്നു. നമ്മൾ വീട്ടിൽ പറഞ്ഞു, നേരെ അവർ പോയി അന്വേഷിച്ചു, ആലോചിച്ചു, നോർമൽ റെഗുലർ. എതിർപ്പുകളൊന്നും ഉണ്ടായില്ല, കാരണം വളരെ രണ്ടുപേരും പ്രവാസി മലയാളികളാണ്, അന്യനാട്ടിൽ ജീവിക്കുന്നവരാണ്. അപ്പോൾ ശരിക്കും പരസ്പരം അറിഞ്ഞ് ഒരു വിവാഹം അത് വീട്ടുകാരുടെ സമ്മതത്തോടെ നടക്കുന്നു. പിന്നെ ജീവിതത്തിൽ വളരെയധികം സപ്പോർട്ടാണ് മാഡത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. കാരണം ബിജു സാർ എന്ന് പറയുന്ന ഒരു നല്ല എൻ്റർപ്രണറായി മാറുവാൻ അതിൻ്റെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഫാമിലി തന്നെയാണ്. ആ അബ്സല്യൂട്ട്ലി. കാരണം ഫാമിലിയുടെ സപ്പോർട്ടില്ലാതെ ഒരു മനുഷ്യന് ഒരിടത്തും എത്തിച്ചേരുവാൻ സാധിക്കില്ല. എത്രത്തോളം സപ്പോർട്ടാണ് മാഡത്തിൻ്റെ ഭാഗത്തു നിന്ന് ബിജു സാറിന് നൽകിയത്? കല്യാണം കഴിഞ്ഞ ഒരു 10 വർഷത്തോളം ഞാൻ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അത് ബിജുവും ഒരു 4 years ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഈ ബിസിനസ്സിലേക്ക് തിരിയുന്നത്. അപ്പോൾ ആദ്യമെല്ലാം എനിക്ക് കുറച്ചധികം ബുദ്ധിമുട്ടായിരുന്നു, ജോലി വീട് എല്ലാം. ബിജു ബിസിനസ് സ്റ്റാർട്ടിങ് ആയത് കാരണം ഇനീഷ്യൽ സ്ട്രഗിൾ എല്ലാ ബിസിനസ്സിലും ഉണ്ട്. വീട്ടിലേക്ക് ഒട്ടും ടൈമില്ല, പിള്ളേരുടെ ഒന്നും കാര്യം നോക്കാനില്ല. അപ്പോൾ എനിക്ക് ജോലി, മക്കള്, ഞാനും ജോലി ചെയ്യുന്നു. രാവിലെ നമ്മൾക്ക് വീട്ടിൽ അങ്ങനെ ഒരു മെയ്ഡില്ല. ദാറ്റ് വാസ് എ ബിഗ് പ്രോബ്ലം ഇൻ ദ ഇനീഷ്യൽ സ്റ്റേജ്. പിന്നെ രണ്ടാമതൊരു കുട്ടിയായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ റിസൈൻ ചെയ്തത്. അതുവരെ ഞാൻ ജോലി ചെയ്തു. ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾക്ക് സപ്പോർട്ട് മാത്രമല്ല, വി നീഡ് ഫൈനാൻഷ്യലി സപ്പോർട്ട് ഓൾസോ. സോ ഒരാൾ ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾക്ക് വി ഡോണ്ട് നോ അതെവിടെയാവും, എങ്ങനെയാവും, ഒന്നും പറയാൻ പറ്റില്ല. സോ ഒരു റെഗുലർ ഇൻകം നമ്മൾക്ക് ആവശ്യമാണ്. അപ്പോൾ സോ ദാറ്റ് വാസ് ദ മെയിൻ തിങ്. അപ്പോഴത്തേക്കും കമ്പനി ഒന്ന് ഗ്രാജുവലി ഡെവലപ്പ് ചെയ്തപ്പോഴത്തേക്കും റിസൈൻ ചെയ്തു. പിന്നെ ഫുൾ വീട്ടുകാര്യങ്ങൾ അത്ര ഡെവലപ്പ് ചെയ്തപ്പോഴും ഞാൻ റിസൈൻ ചെയ്തില്ല. ആക്ച്വലി മൈ സെക്കൻഡ് മെറ്റർണിറ്റി ലീവ് സ്റ്റിൽ ഗോയിങ് ഓൺ. ഐ ഹാവ് സ്റ്റിൽ നോട്ട് റിസൈൻഡ്. അപ്പോഴേക്കും കമ്പനിയൊക്കെ ഒരുമാതിരി എസ്റ്റാബ്ലിഷ്ഡ് ആയി നല്ലപോലെ. സോ it was okay. പോയിട്ടില്ല. പിന്നെ ഫുൾ വീട്ടുകാര്യങ്ങളൊക്കെ. ബിജുവിന് ഓൾവേസ് ട്രാവലിംഗ് ബിസിനസ്സിന് അറ്റ്ലീസ്റ്റ് 3-4 months in a year he'll be traveling. സോ നമ്മൾ ആരെങ്കിലും വീട്ടിലെ പിള്ളേരുടെ കാര്യം നോക്കണം, അവർക്ക് സ്കൂളിൽ പോകണം, അവരുടെ ഹോംവർക്ക് ചെയ്യണം, എഡ്യൂക്കേഷൻ, അതെല്ലാം ഒരാൾ ഡെഡിക്കേറ്റഡ് ആയെങ്കിലേ അത് ഇനീഷ്യൽ സ്റ്റേജിൽ പറ്റുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അലൻ അല്ലേ? അലൻ എന്തിനു പഠിക്കുന്നു? 8th സ്റ്റാൻഡേർഡിൽ. എവിടെയാ? ഇവിടെ അടുത്ത് തന്നെ അല്ലേ? റിനിത അല്ലേ, രണ്ടാമത്തെ മകൾ. റിനിത എന്തിനു പഠിക്കുന്നു? സെക്കൻഡ്. എവിടെ? സെയിം സ്കൂളിൽ, ചേട്ടൻ്റെ സ്കൂളിൽ തന്നെ. ഓക്കെ.
കുട്ടികളും വളരെ സന്തോഷമായിട്ടുള്ള ഒരു ജീവിതം. ഈ ഒരു വില്ലാസ് വളരെ ഭംഗിയുള്ള ഒരു വില്ലാസിലാണ് നമ്മൾ 112ാമത്തെ വില്ല അല്ലെ? ശരിക്കും ഇവിടെ എല്ലാ സ്റ്റേറ്റിലുള്ള ആൾക്കാരും ഉണ്ടോ അതോ കർണാടക? ഇതൊരു കോസ്മോപൊളിറ്റൻ കമ്മ്യൂണിറ്റി ആണെന്ന് പറയാം. കാരണം നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് എല്ലായിടത്തും ഇതൊരു മിക്സഡ് കമ്മ്യൂണിറ്റിയാണ്. ഫോറിനേഴ്സും ഉണ്ട്. അപ്പോൾ എല്ലാവരുടെയും ഫെസ്റ്റിവലിനെ സെലിബ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ എല്ലാ ഫെസ്റ്റിവലിലും നമ്മൾ ജോയിൻ ചെയ്യുന്നു എന്നുള്ളത്. കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഒത്തിരി ആളുകളുടെ കൾച്ചറുമായിട്ട് ബന്ധപ്പെടാൻ പറ്റും. ജീവിതം എന്ന് പറയുന്ന വലിയൊരു യാത്രയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അതിലെ ഒരുപാട് പ്രതിസന്ധികളും സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ നിറഞ്ഞ വലിയൊരു യാത്ര. നമ്മുടെ ടൈറ്റിൽ പോലെ സഫലം ഈ യാത്ര. ഈ ഒരു യാത്ര സഫലമാണോ? തീർച്ചയായിട്ടും മാഡം, ഇനിയും അങ്ങോട്ടുള്ള യാത്രയിൽ ഒരുപാട് നന്മകൾ നൽകട്ടെ. ആ യാത്ര കൂടുതൽ സഫലമാവട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. സഫലം ഈ യാത്രയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഒട്ടനവധി മെസ്സേജുകളാണ് നമുക്ക് കിട്ടിയത്. ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും അവരുടെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന അറിവുകൾ, ആ മെസ്സേജുകൾ, ആ സന്ദേശമാണ് ഇന്ന് നമുക്ക് ഇൻസ്പയറേഷൻ, നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് സ്വാധീനിക്കുന്നത്. ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച കാര്യങ്ങൾ ബിജു സാറുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ ആ ലൈഫ് സ്റ്റൈൽ, ആ വിഷൻ, വളരെ ചെറുപ്പകാലം മുതൽ ഉണ്ടായിരുന്നൊരു വിഷൻ അത് പൂർത്തീകരിക്കുവാൻ, ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയാക്കി മാറ്റുവാൻ ബിജു സാറിന് സാധിച്ചത് അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയും കഠിനാധ്വാനവും കൊണ്ട് തന്നെയാണ്. 7 കടലും കടന്ന് ലോകത്തിൻ്റെ ഭൂപടത്തിൽ ഇൻ്റർനാഷണൽ ലോജിസ്റ്റിക്സിൽ ഏറ്റവും നമ്പർ 1 ആയി മാറട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിനും കുടുംബത്തിനും സ്ഥാപനത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സർവേശ്വരൻ കനിഞ്ഞു നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.